നമുക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് പലതും നേടിയെടുക്കാം. പക്ഷേ അവിടെയാണ് നമ്മുടെ തകർച്ചയും നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാകുന്നതും. ചില സമയത്തൊക്കെ നമ്മുടെ മനസ്സ് കൈവിട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. ഒന്നിനെയും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു കാര്യം നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്തൊരവസ്ഥ. ആ സമയത്ത് നമ്മുടെ ലൈഫിലെ സമാധാനം നഷ്ടപ്പെടുക, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ വെറുതെ വിഷമം വരിക, ജീവിതത്തോട് വല്ലാത്തൊരു മടുപ്പ്, നമ്മുടെ കൂടെ ആരുമില്ല എന്നൊരു തോന്നൽ വരിക. ഇങ്ങനെയുള്ള വിഷമത്തിലൂടെ നിങ്ങളുടെ മനസ്സ് പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഉറപ്പായും കാണുക. വെൽക്കം ടു മൈ തോട്ട്സ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ലൈഫിലെ ഗോൾസ് ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളതാണ് സത്യം. ഒരു ഗോൾ കഴിഞ്ഞാൽ അടുത്ത ഇഷ്ടം പോലെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര തുടരുകയാണ്. ഈ ലക്ഷ്യങ്ങളൊന്നും എവിടെയും അവസാനിക്കുന്നില്ല. ഒന്ന് കഴിഞ്ഞാൽ ഒന്നിനു പുറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നതോ, നമുക്ക് ലൈഫിലൊരു ഗോൾ വേണം, എന്താണ് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് എന്നൊക്കെ അറിഞ്ഞ് ജീവിക്കണം എന്നൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന ആ മാനസിക സമ്മർദ്ദമാണ് നമ്മുടെ ജീവിതത്തെ നമ്മളിലേക്ക് തന്നെ ഉൾവലിയുന്നത്. നമ്മുടെ ലൈഫ് നമ്മൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിട്ടില്ലെങ്കിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വിഷമം വരുന്നു, സങ്കടം വരുന്നു, മാനസിക സമ്മർദ്ദം, അത് പിന്നെ ഡിപ്രഷനിലോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഓർത്തിട്ടുണ്ടോ? ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വളരെ വിഷമത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പഴയൊരു ലൈഫിലേക്ക് മടങ്ങിപ്പോവാൻ കഴിയില്ല എന്നാണോ, അല്ലെങ്കിൽ പഴയ പോലെ പ്രൊഡക്റ്റീവായി ആക്റ്റീവായി ഇരിക്കാൻ കഴിയില്ല എന്നാണോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. തീർച്ചയായും നിങ്ങൾക്കതിന് കഴിയും. നിങ്ങളുടെ ചിന്തകളെയാണ് ആദ്യം മാറ്റേണ്ടത്. ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ഏതൊരാളും നെഗറ്റീവ് തോട്ട്സിലൂടെയായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ആ നെഗറ്റീവ് തോട്ട്സിനെ ഒന്ന് മാറി ചിന്തിക്കാൻ റെഡിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴുണ്ടാകുന്ന ഈ വിഷമത്തിനും ഈ സങ്കടത്തിനുമൊക്കെ ഒരു പരിഹാരമായി, കുറച്ച് ബെറ്റർ ഫീലിംഗായി, ഹാപ്പിയായി നിങ്ങൾക്ക് തുടരാൻ കഴിയും. ഇനി നിങ്ങൾക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സഹിക്കാനാവാതെ ഡിപ്രസ്ഡ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. അതൊരു തെറ്റോ കുറ്റമോ അല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ പോസിറ്റീവായ ചിന്തകൾ ഒരിക്കലും ഡിപ്രഷനുള്ള മരുന്നല്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിലൊരു ആശ്വാസം കിട്ടും. ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും മാറാനും ഒരു ചെറിയ സഹായം എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറ്റൂ. ഡീപ്പായ ഒരു ഡിപ്രഷൻ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ക്ലിനിക്കൽ സഹായം തേടൽ അത്യാവശ്യമാണ് എന്ന് ഞാൻ ഇതിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ടും പോസിറ്റീവായ തോട്ട്സ് കൊണ്ടും നമ്മുടെ ലൈഫിൽ ഈ മൂഡ് ചേഞ്ച് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ എപ്പോഴും ഒരു മനുഷ്യനെ പോസിറ്റീവായിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യർക്കും അതിൻ്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാവരുടെ ലൈഫിലും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പക്ഷേ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് കാര്യങ്ങൾ. അല്ലാതെ നമുക്ക് മാത്രമാണോ ഈ നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ നമുക്ക് മാത്രമാണോ ലൈഫിൽ പരാജയങ്ങൾ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരിക്കലും വറീഡ് ആവേണ്ട കാര്യമില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നെഗറ്റീവായ ചിന്തകളെ തിരിച്ചറിയലാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം അതിനൊരു സൊല്യൂഷൻ ആവില്ല. നമ്മുടെ നെഗറ്റീവായ തോട്ട്സിനെ എങ്ങനെ പോസിറ്റീവിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഈ വിഷമം വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് നമുക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും അതുപോലെ തന്നെ സിറ്റുവേഷൻസ് കൊണ്ടൊക്കെ നമ്മൾ വിഷമവും സ്ട്രെസ്സും അനുഭവിക്കുന്നവരാണ്. ഫോർ എക്സാമ്പിൾ, ആഫ്റ്റർ ഡെലിവറി ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. പണ്ടത്തെ കാലത്ത് അതൊന്നും ഐഡൻറ്റിഫൈ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ്, ഇങ്ങനെയൊരു സിറ്റുവേഷൻ കൊണ്ടാണ് എനിക്ക് വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇതുപോലത്തെ സാഡ്നെസ്, സ്ട്രെസ്സ് ഉണ്ടായിരിക്കാം. ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ്സ് അനുഭവിക്കുന്നവരുണ്ട്. ആദ്യം നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്.
പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ലൈഫിലേക്ക് ഒരു നെഗറ്റീവായ കാര്യം വന്നു, അല്ലെങ്കിൽ ഒരു നെഗറ്റീവായ കാര്യം സംഭവിച്ചു, ഒരു പ്രശ്നം സംഭവിച്ചു എന്നിരിക്കട്ടെ. ആ സമയത്ത് നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത് ഒരു അക്സെപ്റ്റൻസ് കൊടുത്താണ്. ഓക്കെ, ഈ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായി അല്ലെങ്കിൽ സംഭവിച്ചു, ഇറ്റ്സ് ഓക്കെ എന്ന് നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്വയം ചിന്തിച്ചുകൊണ്ട് അതിനൊരു അക്സെപ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ആ ഒരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ മനസ്സിന് സമാധാനവും അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് എന്ത് എന്നുള്ളതിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. സോ നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുക, അതുപോലെ തന്നെ വളരെ കൈൻഡായിട്ട് നിങ്ങളോട് തന്നെ പെരുമാറുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെയധികം ടൈം എടുക്കുമായിരിക്കും ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്തു കിടക്കാൻ. സോ നിങ്ങളത് മനസ്സിലാക്കുക, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുള്ളത് മനസ്സിലാക്കി അതിനൊരു ടൈം കൊടുത്ത് നിങ്ങൾക്കതിനെ പ്രശ്നത്തെ പരിഹരിക്കാം. ഇപ്പോൾ തന്നെ എനിക്ക് ഈ നെഗറ്റീവിൽ നിന്നും മാറണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എനിക്ക് പോസിറ്റീവ് ആയിരിക്കണം എന്ന് നിങ്ങളെ തന്നെ പുഷ് ചെയ്യാണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഒരാളാണെന്നിരിക്കട്ടെ, അവർക്ക് ആ അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് തന്നെ മറ്റൊരു ലൈഫിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. അവരുടെ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രഗിൾ ഉള്ള ഒരു പീരീഡാണ്. ലൈഫ് തന്നെ വളരെയധികം ചേഞ്ച് ആവുകയാണ് അവിടെ. ആ ഒരു സമയത്ത് നമുക്ക് നമ്മോട് തന്നെ ദേഷ്യം വരും. വെറുതെ ഒരു കാരണമില്ലാതെ ദേഷ്യം, സങ്കടം, ഇതൊക്കെ നമുക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി അല്ലെങ്കിൽ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മാറി നമ്മളൊരു അമ്മയാവുകയാണ് അല്ലെങ്കിൽ ഒരു ഉമ്മയാവുകയാണ്. നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവിടെ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ എങ്ങനെ കുട്ടീനെ നോക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതോടുകൂടെ നമ്മൾ അങ്ങനെ സ്ട്രെസ്ഫുൾ ആവുകയാണ്. ഇത് വെറും എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പോസിറ്റീവായ ചിന്തകൾ നമുക്ക് മനസ്സിന് കൊടുക്കാൻ ശ്രമിക്കുക. സോ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടെന്ന പോലെ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഒന്ന് കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത്. നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നിങ്ങളെ ഏറ്റവും അടുത്തറിയുന്ന, ഏറ്റവും വിശ്വാസമുള്ള ഒരാളോട് മനസ്സ് തുറക്കുകയാണെങ്കിൽ അത് നമുക്ക് വലിയൊരു സമാധാനമാകും. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരാളില്ലെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോടെന്ന പോലെ സംസാരിക്കാം. അതായത്, നീ ഓക്കെ ആകും, ടെൻഷൻ ആവണ്ട, ഇതിപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മാത്രമാണ്, നിൻ്റെ എല്ലാ കാര്യങ്ങളും മാറി ഒരു നല്ലൊരു ലൈഫിലേക്ക് നിനക്ക് വരാൻ പറ്റും എന്നുള്ള പോസിറ്റീവായ കാര്യങ്ങൾ സെൽഫിനോട് തന്നെ സംസാരിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നെഗറ്റീവായ ചിന്തകളെ അടുത്തറിഞ്ഞ് നിങ്ങൾ പോസിറ്റീവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ടെൻഷനായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ്സായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും വേഴ്സ്റ്റായ ഒരു നെഗറ്റീവ് ചിന്തകളിലൂടെയാണ് കടന്നു പോവുക. സോ ഡോണ്ട് വറി, ആ സമയത്ത് ഇതെല്ലാം നോർമലാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അതിനെ അനലൈസ് ചെയ്ത് എങ്ങനെയാണ് ഇതിനെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഓരോ സമയത്തും നെഗറ്റീവായ ചിന്തകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ അത് പോസിറ്റീവിലേക്ക് എത്തിക്കുക. ഇനി അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളൊരു പേപ്പർ എടുത്ത് നിങ്ങളുടെ എല്ലാ നെഗറ്റീവായ ചിന്തകളെയും അതിലേക്ക് പകർത്തുക. എന്നിട്ടത് കീറിക്കളയുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പോസിറ്റീവായ കാര്യങ്ങൾ എല്ലാം എന്താണ്, ഇതിനിൽ ഓവർകം ചെയ്യാനുള്ള ഇതിനുള്ള സൊല്യൂഷൻസ് എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ ആ പേപ്പറിലേക്ക് ഓരോന്നായി എഴുതുക. സോ അതിൽ ഓരോ കാര്യങ്ങളും ഒരു ഗോളാക്കിയെടുത്ത് നിങ്ങളുടെ മനസ്സിനെ അതിലേക്ക് കേന്ദ്രീകരിക്കുക. എന്നും അതെടുത്ത് നോക്കുക. നിങ്ങളിപ്പോൾ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക, ഇതിനേക്കാളും നല്ലൊരു സിറ്റുവേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് വരാനുണ്ടെന്ന്. നമ്മുടെ ലൈഫിൽ എന്തായാലും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാകും. സോ എല്ലാ സമയത്തും ഒരേപോലെയൊന്നും ലൈഫ് പോയോണ്ടിരിക്കില്ല. ഇതിനൊരു സമയം വരും. ഇതെന്തായാലും ഈ സമയം കടന്നുപോയി നല്ലൊരു ബെറ്ററായ ഒരു കാലഘട്ടം നിങ്ങൾക്കും വരും എന്നുള്ളത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. നമ്മുടെ ലൈഫിൽ ഒന്നും പെർമനൻ്റ് അല്ല, എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ എന്തായാലും ഒരു പോസിറ്റീവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ അതങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും സെൽഫ് ലോക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യുക. എന്താണോ നിങ്ങളെ ഹാപ്പിയാക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ അത് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്കൊരു കാര്യം ലൈഫിൽ ഉണ്ടെങ്കിൽ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലൈഫ് ആ ഒരു രീതിയിൽ സംഭവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഡിപ്രഷനിലേക്ക് പോകുന്നത്.
നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചില സമയത്ത് തോൽവി ഉണ്ടായിരിക്കാം, ആ സമയത്ത് തോറ്റു, ഇറ്റ്സ് ഓക്കെ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഒരിക്കലും ഞാൻ തോൽക്കാൻ പാടില്ലായിരുന്നു, എന്തുകൊണ്ട് തോറ്റു, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ സ്ട്രെസ്ഫുൾ ആയ കാര്യങ്ങളിലേക്ക് പോകുന്നത്. സോ ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റൻസ് ആണ് വേണ്ടത്. പിന്നെ അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് നമ്മളുടെ ലൈഫ് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. അവർ ചിന്തിക്കുന്നത് പോലെയോ അവർ പ്രവർത്തിക്കുന്നത് പോലെയോ അല്ല നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയും ആറ്റിറ്റ്യൂഡും ചിന്തകളും എല്ലാം വ്യത്യസ്തമാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുക. എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് മനസ്സിൻ്റെ സമാധാനം. നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ അവരോട് പറയുമ്പോൾ അവർ എത്രത്തോളമാണ് അത് മനസ്സിലാക്കുന്നതെന്ന് നമുക്കറിയില്ല. സോ അവരുടെ റെസ്പോൺസിന് വെയിറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അവർ നമ്മളെ കുറ്റപ്പെടുന്നത് കണ്ടോ ഒന്നും നമ്മൾ വറീഡാവാതെ നിങ്ങളുടെ മനസ്സിന് സമാധാനം കൊടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക. അതായത് റെസ്റ്റ് എടുക്കുക, ടെൻഷൻ അടിക്കാതെ നമ്മൾ തന്നെ ഒരു സെൽഫ് കെയർ കൊടുക്കുക. സ്ലോലി ഓരോ കാര്യങ്ങളും ചെയ്ത് നിങ്ങളുടെ ആ ഒരു പഴയ എനർജിയെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് കഴിയും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഗ്രാറ്റിറ്റ്യൂഡും വിഷ്വലൈസേഷനൊക്കെ അപ്ലൈ ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ സക്സസ്സിലേക്ക് എത്തിയ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഏത് അവസ്ഥയിലേക്കാണോ നിങ്ങൾക്ക് മാറേണ്ടത് ആ ഒരു അവസ്ഥയെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതെല്ലാവർക്കും പെട്ടെന്ന് തന്നെ എഫക്റ്റ് ആവുന്ന ഒരു മെത്തേഡാണ്. സോ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ വിഷമിക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ്സായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സമാധാനമുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കല്ലേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.